ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിന്നൊരു ലൈവൊക്കെ വരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളൊന്നും ലൈവ് വന്നാൽ അതിന് മാത്രം ആൾക്കാരൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ വന്നിട്ടും കാര്യമില്ല. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലോർക്കും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ എങ്ങോട്ട് പോയോ വ്ളോഗൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ ചെറുതായിട്ട് മുടി നീണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ മുടി കൊഴിഞ്ഞും പോകുന്നുണ്ടെന്ന് തോന്നുന്നു, ഉള്ളൊക്കെ പോകുന്നു. അപ്പോൾ എന്തോ പറയാൻ വന്നല്ല, ചെയ്യണം എന്ന് ഓർത്താലും സമയം കിട്ടാത്ത പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ രാത്രി വീഡിയോ ചെയ്യുമ്പോഴേക്കും ഊണൊക്കെ കഴിഞ്ഞിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉറക്കം തോന്നലുണ്ടാവും, എല്ലാ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ഈ വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു മേലുവേദന, ചെറുതല്ല മേലുവേദന, നല്ല കലശലായിട്ടുണ്ട്. ഉള്ള പോലെ, ചൂടില്ലെങ്കിലും ഒരു ഉൾപ്പനി ഉള്ള പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ തല നനച്ച് തന്നെ ഞാൻ കുളിക്കുന്നുമുണ്ട്, പണികളൊക്കെ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ആ ഒരു സന്ധ്യ സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസമായിട്ട് ഡോളോ കഴിക്കുന്നുണ്ട്, ഹോസ്പിറ്റലൊന്നും പോയില്ല. എന്നിരുന്നാലും വീഡിയോസ് ഷോർട്സൊക്കെ ചെയ്തിരുന്നു കേട്ടോ. തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നമാണ്. നമ്മുടെ നാടൻപാട്ട്, നമ്മുടെ കൊച്ചിൻ തെളിമയുടെ നാടൻപാട്ടിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം തറമേക്കാവ് അമ്പലത്തിൽ വെച്ചായിരുന്നു. ആയിരുന്നു എന്നല്ലാണ്, വരുന്ന 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ്. തറമേക്കാവ് അമ്പലം പുതിയ കാവ് കഴിഞ്ഞിട്ട് പോകുമ്പോഴോ ആ ഭാഗത്താണ് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞായറാഴ്ചകളിലുള്ള നടന്നിട്ടുള്ളൂ. പിന്നീട് ഇനിയിപ്പോൾ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഫൈനൽ റിഹേഴ്സലും കൂടെ വെക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സോറി എനിക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ പിന്നെ പറ്റില്ല. ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കും ഇവിടെ. ഗുളിക കഴിച്ചിട്ട് ഉടനെ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തുനിഞ്ഞത്. അച്ഛനും മോളും, കൊച്ചിവിടെ ഉണ്ട്, അച്ഛനും മോളും കിടക്കുവാണ്. കൊച്ചിന് എക്സാം ഉള്ളതാണ്, കുറച്ച് നേരം നോക്കിയിട്ട് പോയി കിടന്നു. ഉറക്കം വരണമെന്ന് പറഞ്ഞു. വെളുപ്പിന് എണീറ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല, പഠിക്കുമെന്നുള്ളത്. മാത്സാണ്. പിന്നെ ഇതെന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കില്ല. എൻ്റെ ഈ ഉറക്കം തൂങ്ങൽ എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കില്ല. കാരണം എനിക്ക് നൈറ്റാണ് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കിട്ടുന്നത്. കാരണം എൻ്റെ വീഡിയോസൊക്കെ വലിയ റീച്ചൊന്നും ഇല്ലെങ്കിൽ പോലും 1, 2, ഒരു 10 പേരോ 100 പേരോ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമാണ്. പിന്നെ ഞാൻ ചെയ്ത വീഡിയോസ് വെച്ചിട്ട് തന്നെ ആരും വെരിഫൈ ചെയ്യരുത്. കാരണം ഓരോ ഒക്കേഷനിൽ ഓരോ വീഡിയോ കാണുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തും പറഞ്ഞും, അതായത് അതിൻ്റെ ആ ഒരു വീഡിയോസിലുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ ശത്രുക്കളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മുഴുമിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു കലാമണ്ഡലം സത്യഭാമ എന്നിവർക്ക് എതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അവർ പറഞ്ഞ ആ പ്രസ്താവന, അവർ കാക്കയുടെ നിറമാണ് എന്നൊക്കെ വളരെ പുച്ഛിച്ച് പറഞ്ഞ ആ ഒരു പ്രസ്താവന നമുക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ റിയാക്ട് കൊടുത്തു പോകും. പക്ഷേ എന്നിരുന്നാലും സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും. അവർ മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ, ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർ പബ്ലിക്കാക്കി പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? എന്താണ് നമുക്ക് ഇവരിങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മനസ്സിൽ തോന്നാം. ഇപ്പോൾ ഒരുപാട് വെളുപ്പും സൗന്ദര്യം എന്ന് വെച്ചാൽ വെളുപ്പാണെന്നല്ല പറയുന്നത്, ഉള്ളവർ കറുത്ത ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ ചിന്തിക്കുന്നതിന് നമുക്ക് ആർക്കും അവർ ചീത്ത പറയാൻ പറ്റില്ല. അവരുടെ മെൻറ്റാലിറ്റിയും അവരുടെ അന്ധമായ കുറച്ച് ലോകവിവരം കുറഞ്ഞതിൻ്റെ ഒരു ഇതാണ്. അവനവന് തൊലി വെളുപ്പുണ്ട്, എനിക്ക് നിറമുണ്ട് എന്ന് കരുതി മറ്റുള്ളവർ കറുത്തതാണ്, നിറം കുറവാണ് എന്നെക്കാളും
എന്ന് കരുതി അവരെ താരതമ്യം ചെയ്യുക. അത് കൊള്ളില്ലാത്ത നിറമാണ്, ഞാൻ അതിലും ഹൈ ആണ്. ഒരിക്കലും ഒരു മനുഷ്യനെ രണ്ട് തട്ടുകളിൽ ഏറിയും കുറഞ്ഞവനാക്കുന്നത് അവരുടെ നിറം കൊണ്ടോ ജാതി കൊണ്ടോ മതം കൊണ്ടോ ഈ പറഞ്ഞ പോലെ സ്വത്ത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഓരോ സ്റ്റാറ്റസ്, ഓരോരുത്തരുടെ ഒരു ജീവിത ശൈലി, സ്റ്റാറ്റസ്, പണം, അവരുടെ ഇപ്പം നിറത്തിനവിടെ പ്രാധാന്യം വരുന്നില്ല കേട്ടോ ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉള്ളവർക്ക് നിറമില്ലെങ്കിലും പറയും, കുറേ പേര് പറയും പണം ഉണ്ടെങ്കിൽ എന്താ ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയാനും കുറച്ച് പേരുണ്ട്. അപ്പം നിറമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസയും എഡ്യൂക്കേഷനും എനിവേ പൈസയെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ചില വിലകൾ ഇതൊക്കെ ഉണ്ട്, കുറേ പേർക്കുണ്ട് അങ്ങനെ. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളവർ സമൂഹത്തിൽ ഉയർന്ന തട്ടിൽ നിൽക്കും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്ത് നേടിയാലും അത് സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് നേടിയാലും നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാനോ പുച്ഛിക്കാനോ അവർക്ക് നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ നമ്മളെക്കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു നേരത്തെ തന്നെ ആണെങ്കിലും അത് ചെയ്യാതെ മനഃപൂർവ്വം ഇരിക്കുന്നതൊക്കെ നമുക്ക് തിരിച്ചടികളായിട്ട് തന്നെ വരികയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയേ തന്നെ തീരുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് അല്ല എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിക്കലർത്തി പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ. ഇപ്പം മഞ്ജു എന്നെക്കാളും സീനിയർ ആയതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഐ തിങ്ക് 3 അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എന്നെക്കാളും. അല്ലെങ്കിൽ മഞ്ജു സുനിച്ചൻ എന്ന് പറയുന്ന മഞ്ജു ചേച്ചി, വെറുതെ അല്ല ഭാര്യയിൽ വന്ന മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുന്നത്. ഒരുപാട് പേര് ഇന്നും ബിഗ് ബോസിൽ പോയത് കൊണ്ടോ ബിഗ് ബോസിൽ അവരോട് ഇഷ്ടക്കുറവ് തോന്നിയവരോ അല്ലെങ്കിൽ അവരേതെങ്കിലും രീതിയിൽ ഇഷ്ടക്കുറവ് തോന്നിയവർ ഇപ്പോഴും അവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് വളരെ വൃത്തികെട്ട കമൻറ്റുകൾ ഇടുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐ മീൻ യൂട്യൂബിലാണ് അവർ മെയിൻ മഞ്ജു ചേച്ചിയല്ല, ഒരു തെറി പറയുന്ന ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1 വർഷമായിട്ട് അവരുടെ വീഡിയോസ് പലപ്പോഴാണെങ്കിലും ഞാനും കണ്ടിട്ടുണ്ട്. ഒരു വർഷമൊക്കെ ഏകദേശം 2 വർഷത്തിന് 1.5 വർഷത്തിനുള്ളിലായിട്ടാണ് അവരുടെ വീഡിയോസ് ഞാൻ കണ്ടത്. ഒരുപാട് സ്ത്രീകളെ കണ്ണീര് കുടിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ മക്കളെ, പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളെ വളരെയധികം ഒരമ്മയോ ഒരു ദൈവം പോലും കേട്ട സഹിക്കില്ലാത്ത തരം വൃത്തികെട്ട രീതിയിൽ ഈ ഒരു മക്കളെ ഇവർ എതിർക്കുന്ന സ്ത്രീകളുടെ മക്കളെ വളരെയധികം വൃത്തികെട്ട രീതിയിൽ അവർ വീഡിയോസ് ചെയ്തിറക്കിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും കണ്ണുനീര്. ഇപ്പോൾ ഈ ഭാഗത്ത് മറുഭാഗത്ത് ആരായാൽ തന്നെയും ശരി, മറുഭാഗത്ത് അല്പം എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ച കാര്യങ്ങളൊക്കെ ഓരോ സ്ത്രീകളുടെ അടുത്തുനിന്ന് ഉണ്ടാവാം, ശരിയായിരിക്കാം. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും വളച്ചൊടിച്ച് വളരെയധികം വൃത്തിയിട്ട രീതിയിൽ അവരെ വേദനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. സ്റ്റിൽ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ്ലി ഈ ആൾക്കാരെ മുഴുവൻ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ആൾക്കാരെ മുഴുവൻ എന്നല്ല, തെറി എന്ന് പറയുന്നത് 1.5 തെറിയാണ്. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്ത്രീയുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വൃത്തികെട്ടത് എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം അവരുടെ എല്ലാ വീഡിയോസും വൃത്തികെട്ടാന്ന് ഞാൻ പറയില്ല. കാരണം അവരുടെ പല വീഡിയോസും ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് രസിച്ചിട്ടുണ്ട്, കണ്ടിട്ടും കേട്ടിട്ടും രസിച്ചിട്ടുണ്ട്. ചില വീഡിയോസിൽ കാര്യങ്ങൾ പറയണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ വീഡിയോസ് കീപ്പ് വാച്ചിങ് ആയിരുന്നു, അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ വരുമ്പോൾ കുറച്ചെങ്കിലും കാണുമായിരുന്നു. പക്ഷേ ഒരു പ്രസ്തുത ഘട്ടം എത്തിയപ്പോഴേക്കും അവരൊരു അമ്മ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും അതിഭയങ്കര രീതിയിൽ വളരെയധികം മോശപ്പെട്ട് എപ്പിസോഡ്സായിട്ട് പറഞ്ഞു കുറേ അധികം ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക എന്നുള്ളത് തുടക്കം ഇവരാണ് ഇട്ടത്, അതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യാതിരിക്കില്ല. ആ കുട്ടിയെയും അതുപോലെ തന്നെ അവരെതിർക്കുന്ന എല്ലാവരുടെയും മക്കളെ അടക്കം അവർ ഒരുപാട് അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ കാര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. മഞ്ജു ചേച്ചി അവരെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. മഞ്ജു പത്രോസ്, അതായത് മഞ്ജു സുനിച്ചൻ, ഇപ്പോൾ മഞ്ജു പത്രോസ് എന്നാണോ എനിക്കറിയില്ല. അവർ വളരെയധികം അധ്വാനിച്ച് തന്നെ ഈ ഒരു ഫീൽഡ്, ഈ ഒരു സിനിമ ഫീൽഡ്, മീഡിയ ഫീൽഡല്ല സിനിമ ഫീൽഡിലും അതുപോലെ TV ഷോസിലൊക്കെ അവർ കഷ്ടപ്പെട്ട് പിടിച്ച് നിന്ന് അവരതുകൊണ്ടുണ്ടാക്കിയ ഏണിങ് കൊണ്ട് ഒരു വീട് സ്വന്തമായി അവരുണ്ടാക്കി. അവരുടെ മകന് കിടന്നുറങ്ങാൻ, അതാണ് സ്ത്രീ, അവിടെയാണ് കയ്യടി കൊടുക്കേണ്ടത്.
ഞാൻ 100% അവർക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ആരുടെയും കൂടെ എൻ്റെ ഒരു 99% ഞാൻ വിശ്വസിക്കുകയാണ്. അവർ 100 ഞാൻ പറയാനുള്ള 1% നമ്മൾക്ക് അറിയില്ല, നമുക്കവരെ പേഴ്സണലായിട്ട് അറിയില്ല. പക്ഷെ 99% അവരൊരു വൃത്തികെട്ട ഒരു കാര്യത്തിനോ വൃത്തികെട്ട ഒരു ഏർപ്പാടിലോ ഇടപെട്ടിട്ടല്ല അവർ ഒരു 10 രൂപ ഉണ്ടാക്കിയിട്ടുള്ളതും ജീവിക്കുന്നതും. അവരെ വളരെയധികം ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ അഭിമാനിക്കുകയാണ്. അവരോട് 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 എന്താ പറയുക, അവരെക്കുറിച്ച് ഓർത്ത അഭിമാനമാണ് എനിക്ക്. കാരണം ബിഗ് ബോസിലെ പല സിറ്റുവേഷനിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അതൊന്നും ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കരുത്. ഞാൻ ബിഗ് ബോസ് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ബിഗ് ബോസിലെ ജാസ്മിൻ്റെ വീഡിയോസിന് ഞാൻ ജാസ്മിന് എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജാസ്മിൻ എന്നുള്ള വ്യക്തിയോട് നേരിട്ട് ജാസ്മിൻ്റെ സാധാരണ യൂട്യൂബ് ചാനലിലൊന്നും ഒരു കുറ്റവും ഒന്നും പറയാൻ ഞാൻ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാറില്ലെങ്കിലും എനിക്ക് അവർക്ക് പെൺകുട്ടിയൊന്നും പറയാൻ തോന്നിയിട്ടില്ല. പക്ഷേ ബിഗ് ബോസിൽ ചെന്നപ്പോൾ മറ്റുള്ളവർ പറയണോണ്ട് മാത്രമല്ല, ഞാൻ മറ്റുള്ളവർ പറയുമ്പോൾ ആ വ്യക്തികൾക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. എല്ലാവരും കൂടി ഒരുപോലെ പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തുള്ള പോസിറ്റീവ് കണ്ടുപിടിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ജാസ്മിനും ഗബ്രിയും ഒരുപാട് ഫുൾ ടൈം അവർ സംസാരിച്ചിരിക്കുക, അവരുടെ അടുത്തിട്ട് ക്യാമറ കോർണേഡ് ആവാൻ അവർ ആഗ്രഹിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു അവരോട് ഇഷ്ടക്കുറവ് തോന്നിയത്. അവർക്കെതിരെ വീഡിയോ ചെയ്തത് വലിയ സംഭവമായിട്ടല്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ്. അങ്ങനെ ബിഗ് ബോസ് വ്യൂ ഒക്കെ ഞാൻ ഒരുപാട് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസിൽ ചെന്ന് മഞ്ജു ചേച്ചി എന്ത് കാണിച്ചു എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുക, അതിനെ എതിര് പറയേണ്ട കാര്യമില്ല. കാരണം തുടക്കം തൊട്ടേ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നുണയല്ല. അവരുടെ ഭർത്താവ് സുനിച്ചിനെ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലായി. മകനെയും സ്വന്തം പാരൻസിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉറക്കം വന്നിട്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. പാരൻസിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവളാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ പോലെ അവരുടെ ഭർത്താവിനെയും കുട്ടിയെയാണ് അവർ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തന്നെ. പക്ഷേ ഭർത്താവിൻ്റെ ചില സമയത്തെ ഒരു ശ്രദ്ധക്കുറവ് മൂലം അവർക്ക് ഒരുപാട് കടം വന്ന് കയറി. മദ്യപാനം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല, സുനിച്ചനെ കുറ്റം പറയല്ല. പക്ഷേ ഒരു സ്ത്രീയും സഹിക്കാൻ പറ്റാത്ത തരത്തിൽ രണ്ടാം ദിവസം കൊണ്ട് അവർക്ക് കൊടുത്ത നമ്മുടെ എന്താ പറയുക, സ്വർണങ്ങളെല്ലാം വിറ്റു, കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെയും കടം, 8-10 ലക്ഷങ്ങൾ കടം. അതൊക്കെ വീട്ടാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇതുണ്ട് എന്നുള്ള രീതിയിൽ ഓടി നടക്കുന്നു. പക്ഷേ ഭാര്യ ഇതിനോട് ഉത്തരവാദി തന്നെയാണ്, അല്ലേ? ഭാര്യയും ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടാൻ റെസ്പോൺസിബിളാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവർ. വെറുതെ അല്ല ഭാര്യയിൽ വന്നത്. ചില സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം സുനിച്ചൻ അങ്ങനെ പെട്ടുപോയത്. പക്ഷെ കുറച്ച് നമുക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുവാണെങ്കിൽ സുനിച്ചൻ കുറച്ചും കൂടെ കടം വരുത്തി വെക്കാത്ത രീതി ജീവിക്കണമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഇന്നും പട്ടിണിയാണെങ്കിലും ഇപ്പം പട്ടിണി എന്നല്ല, അപ്പം ചില ദിവസം ഒരു ഉള്ളി ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് കടം മേടിച്ച് ഞാൻ അവിടെ എനിക്ക് ബിരിയാണി വേണമെന്ന് ഞാൻ ചിന്തിക്കില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം മഞ്ജു ചേച്ചീനെ സംബന്ധിച്ച് എനിക്ക് അവരെ വളരെ ഒരു ഡയമണ്ട് തന്നെ അവരെ എന്നെ വിശേഷിപ്പിക്കുകയാണ്. കാരണം പടപൊരുതി തന്നെ അവർ ജീവിച്ചത്. ഇത്രയും കടങ്ങളും കാര്യങ്ങളും, ഒരു വഴിക്ക് പോകാൻ 10 രൂപ ഇല്ലാത്ത അവസ്ഥ ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴായിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്വർണങ്ങളെല്ലാം പോയി, ഹസ്ബൻഡിന് കൊടുത്തു. അത്ര സ്നേഹമുള്ളവർക്ക് വലുത് സ്വർണ്ണമല്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ടും കടങ്ങൾ പിന്നെയും കടക്കാരെ ശല്യപ്പെടുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ പോകുമ്പോഴും ഈ വെറുതെ ഭാര്യയിൽ വന്നതും അതുപോലത്തെ അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ അവർ നന്നായിട്ട് അതിൽ നിന്നും അവർക്ക് നല്ല പ്രശസ്തിയാവുകയും പല അവസരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ അത് വേണ്ടാന്ന് വെച്ചില്ല. സുനിച്ചൻ എന്താ പറഞ്ഞതെന്നറിയില്ല, സുനിച്ചൻ അതിനെതിരാണോ പറഞ്ഞതെന്നറിയില്ല. എനിവേ അവരത് വേണ്ടാന്ന് വെക്കാതെ എൻ്റെ കുഞ്ഞുണ്ട്, എനിക്ക് നേടണം, എനിക്ക് പറ്റിയ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പിടിച്ചു നിന്നു. അളിയൻസിലും മറിമായത്തിലെ കാര്യം അറിയില്ല, കുറേ നാളുണ്ടായിരുന്നല്ലോ, എല്ലാത്തിൽ നിന്നും ഒരു കരകയറി സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ സിനിമയിൽ വരികയും അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് പോവുകയും അവിടെ നിന്ന് കിട്ടിയ പൈസയും ഒക്കെ കടങ്ങൾ ഓൾമോസ്റ്റ് ഒരു വീട്ടി, എനിക്ക് തോന്നുന്നു മുഴുവനായിട്ട് വീട്ടി എന്നാണ്. അതൊക്കെ എന്തിനാണ് നമ്മൾ മോശമായി അവരെ പറയുന്നത്? ഇപ്പോൾ ഒരുപാട് പേര് അവരുടെ നന്മകൾ മനസ്സിലാക്കി പറയുന്നുണ്ട് കമൻറ്റ് കാണുമ്പോൾ. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്താലേ അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ
എന്താ പറയുക, മഞ്ജു ചേച്ചിയുടെ ജയമാണ്. ഒറ്റ കുതിപ്പിന് അവർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറും ചെയ്തു. അപ്പോൾ അവർ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് അവർ നല്ല വീട് വയ്ക്കുകയോ കാര്യങ്ങളോ ചെയ്താലും എന്നാലും ഭർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്താണ് ഭർത്താവ് ചെലവിന് കൊടുക്കണില്ല, അങ്ങനെയല്ല, ഭർത്താവിനെ കുറ്റപ്പെടുത്തി, വീട്ടുകാരെ കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള സംസാരമായി എല്ലാവർക്കും. ഈ പറയുന്ന ആൾക്കാരൊന്നും ഇതൊന്നും പറയാറില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിൽ മഞ്ജു ചേച്ചി ഇടയ്ക്ക് അവർ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് അവർ ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പോൾ എങ്കിൽ പോലും അവരത് മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ തെറി പറയുന്ന സ്ത്രീ മഞ്ജു ചേച്ചിയെ പറ്റി പറയുന്ന വീഡിയോ നിങ്ങൾ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അത് പോയി കാണണം എന്നല്ല, അവർ പറഞ്ഞിരിക്കുന്ന രീതികൾ, അവർ മഞ്ജു ചേച്ചി ഇടപെട്ടിരിക്കുന്ന രീതികളെല്ലാം പറഞ്ഞേക്കുന്നത് വളരെയധികം മോശമായ രീതിയിലാണ് മഞ്ജു ചേച്ചീനെ അവിടെ പറഞ്ഞത്. ഒരിക്കലും മഞ്ജു ചേച്ചിയോടായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്, ആ ഒരു സ്ത്രീ എന്ത് തന്നെ പറഞ്ഞ് നാളെ പുകഴ്ത്തി പറഞ്ഞാൽ ആ വഴിക്ക് പോകരുത് എന്ന് തന്നെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് മഞ്ജു ചേച്ചിയുടെ സിനിമയിലേക്കുള്ള ടേണിങ് ഓവർ ആയത് അല്ലേ. അപ്പോൾ സോറി, ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിനോ സിനിമ സെറ്റിലോ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ അവർ ജീവിതം മുന്നോട്ടെടുത്ത് അവർ ജീവിക്കുമ്പോൾ അത് കുളം കലക്കാനും അതിനെ മനസ്സ് വിഷമിപ്പിക്കാനും കുറേ പേര്. ഓക്കെ, ഗുഡ് നൈറ്റ്.